നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻഐഎ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ തുടർച്ചയായ രണ്ടാം ദിവസം. ഇന്നലെ ശിവശങ്കറെ ചോദ്യം ചെയ്തത് 9 മണിക്കൂർ. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയും സന്ദീപും കസ്റ്റംസ് കസ്റ്റഡിയിൽ. 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി. ഫൈസൽ ഫരീദിനും റിബിൻസിനും എതിരെ ജാമ്യമില്ലാ വാറന്റ്. രാജബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ സ്വപ്ന സുരേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ അനുമതി തേടി പോലീസ്. എൻഐഎ കോടതിയിൽ പോലീസ് അപേക്ഷ നൽകി. എൻഐഎ ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ നൽകുന്ന നടപടികൾ ആരംഭിച്ചു. ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുന്ന നടപടികളാണ് തുടങ്ങിയത്. 1 വർഷത്തെ ദൃശ്യങ്ങൾ മാറ്റുന്ന ജോലികൾ 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പ്രതികളെ ഒരു തവണ കൂടി എൻഐഎ ചോദ്യം ചെയ്യാൻ സാധ്യത. അഴിമതിയുടെയും ധൂർത്തിന്റെയും കൂടാരമായി സർക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷം ഇതുവരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞു. ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസും രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭാഗമായിട്ടില്ലെന്നും ചെന്നിത്തല. സ്വർണ്ണക്കടത്ത് കേസിൽ ഫൈസൽ ഫരീദും റബിൻസിനുമെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചു. പ്രതികളെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനായി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് ഇന്നലെ കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ ഹംജദ് അലി, സംജു, മുഹമ്മദ് അൻവർ, ജിപ്സൽ, മുഹമ്മദ് അബു, ഷമീം എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള കോടതിയാണ് ഹർജി തള്ളിയത്. സംസ്ഥാനത്തിന്റെ ഇന്ധന നികുതി വർദ്ധിപ്പിക്കണമെന്ന് ധനകാര്യ സമിതി ശുപാർശ. പെട്രോളിന് 15% വിൽപ്പന നികുതിക്ക് പുറമെ ലിറ്ററിന് 11 രൂപ 80 പൈസ വീതം ഈടാക്കണം. ഡീസലിന് 11% വിൽപ്പന നികുതിക്ക് പുറമെ ലിറ്ററിന് 9 രൂപയും ഈടാക്കണം. ശുപാർശ അംഗീകരിച്ചാൽ പെട്രോൾ ലിറ്ററിന് 4 രൂപ, ഡീസലിന് 3 രൂപയുടെയും വർധനവുണ്ടാകും. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ഇന്ന് 2 മരണം. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി പ്രഭുഷക് മരണശേഷം നടത്തിയ സ്രവ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. ഹൃദ്രോഗത്തിന് ചികിത്സയിലായിരുന്നു. ആലപ്പുഴയിൽ ഇന്നലെ മരിച്ച മാരാരിക്കുളം സ്വദേശി ത്രേസ്യാമ്മയുടെ കോവിഡ് പരിശോധനാ ഫലവും പോസിറ്റീവായിരുന്നു. കോവിഡ് ബാധിച്ചു മരിച്ചയാളുടെ മൃതദേഹം ദഹിപ്പിക്കാമെന്ന് ആലപ്പുഴ രൂപത. ശവദാഹം നടത്തിയ ശേഷം ഭസ്മം സെമിത്തേരിയിൽ അടക്കം ചെയ്യണം. മൃതദേഹം സംസ്കരിക്കാൻ പ്രയാസമുള്ള സാഹചര്യത്തിലാണ് തീരുമാനം. ഇത് സംബന്ധിച്ച സർക്കുലർ ആലപ്പുഴ രൂപത പുറത്തിറക്കി. സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തകരിലേക്കും കോവിഡ് അതിവേഗം വ്യാപിക്കുന്നതിൽ ആരോഗ്യവകുപ്പിന് ആശങ്ക. ഇന്നലെ വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 435 ആരോഗ്യ പ്രവർത്തകർക്ക്. കോവിഡ് പോസിറ്റീവായ ആരോഗ്യ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ. കണ്ണൂർ പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി കോവിഡ് വ്യാപന ഭീതിയിൽ. ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 57 ആരോഗ്യ പ്രവർത്തകർക്കും 20 രോഗികൾക്കും 3 കൂട്ടിരിപ്പുകാർക്കും. 200ഓളം ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിൽ. അത്യാഹിത വിഭാഗം ഒഴികെയുള്ള ചികിത്സ താൽക്കാലികമായി നിർത്തി. അറബിക്കടലിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 15 ലക്ഷത്തിലേക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 47,703 പേർക്ക് കൂടി രോഗബാധ. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 14,83,156. 24 മണിക്കൂറിനിടെ 654 കോവിഡ് മരണം. രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്ന രാജസ്ഥാനിൽ മന്ത്രിസഭായോഗം. യോഗം മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ വസതിയിൽ. ചർച്ച നിയമസഭാ സമ്മേളനത്തെക്കുറിച്ച്. രാജസ്ഥാനിലെ ബിഎസ്പി കോൺഗ്രസ് ലയനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ബിഎസ്പി അധ്യക്ഷ മായാവതി. എംഎൽഎമാർക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകും. ബിഎസ്പി എംഎൽഎമാരെ മോഷ്ടിക്കാനാണ് അശോക് ഗെഹ്ലോട്ട് ശ്രമിക്കുന്നത് എന്ന് മായാവതി. രാജസ്ഥാനിൽ ബിഎസ്പി എംഎൽഎമാരുടെ കോൺഗ്രസ് ലയനത്തിൽ ബിജെപി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. നേരത്തെ ഹൈക്കോടതി ഹർജി തള്ളിയിരുന്നു. ബാങ്കിംഗ് മേഖലയിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തിയവരെ പിടികൂടാൻ പ്രധാനമന്ത്രിക്ക് താൽപര്യമില്ലെന്ന് രാഹുൽ ഗാന്ധി. ബാങ്കിംഗ് മേഖലയെ കൃത്യതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചവരെ പുറത്താക്കി. പാപ്പരത്ത നിയമം സർക്കാരുമായുള്ള വിള്ളലിന് കാരണമായെന്ന് ആർബിഐ മുൻ ഗവർണർ ഊർജിത് പട്ടേലിന്റെ വാർത്ത പങ്കുവച്ചാണ് രാഹുലിന്റെ ട്വീറ്റ്.
+1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ നാളെ വൈകിട്ട് 5 മണി മുതൽ സ്വീകരിക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായി. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണമെന്ന വ്യവസ്ഥ ഒഴിവാക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും നിശ്ചിത പ്രായം ഉറപ്പാക്കണമെന്ന് സിപിഎം നേതാവും ചെങ്ങന്നൂർ എംഎൽഎയുമായ സജി ചെറിയാൻ. ഇക്കാര്യത്തിൽ പൊതു തീരുമാനം കൈക്കൊള്ളാൻ സിപിഎം ആലോചിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സജി ചെറിയാൻ ഫേസ്ബുക്കിൽ. തിരുവനന്തപുരം ജില്ലയിൽ ലോക്ഡൌൺ അവസാനിപ്പിക്കാനുള്ള സാഹചര്യമല്ലെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അന്തിമ തീരുമാനം ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിലുണ്ടാകും. തീരമേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണം കുറഞ്ഞുവരുന്നുണ്ടെന്നും മന്ത്രി. കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിന്റെ കാര്യക്ഷമത നഷ്ടപ്പെടുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ എൻഐഎ ചോദ്യം ചെയ്യുന്നത് അസാധാരണ സാഹചര്യം. പ്രതിപക്ഷ നേതാവിന്റെ ജോലി ചെന്നിത്തല നന്നായി നിർവഹിക്കുന്നു. ചെന്നിത്തലയ്ക്ക് യുഡിഎഫിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി. എറണാകുളം ആലുവ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ചയാളുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. കോവിഡ് ലക്ഷണമുണ്ടെന്ന കാരണത്താലാണ് പുളിഞ്ചുവട് സ്വദേശി വിജയന്റെ ചികിത്സ വൈകിപ്പിച്ചത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ജില്ലാ കലക്ടർ ഡിഎംഒയോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്. ആലപ്പുഴ ആറാട്ടുപുഴയിൽ വഴിത്തർക്കത്തെ തുടർന്ന് സംഘർഷം. പെരുമ്പള്ളി മുറിയിൽ കൊച്ചുവീട്ടിൽ രേഖയും മക്കളായ ആതിര, പൂജ എന്നിവർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. പഞ്ചായത്ത് അനുവദിച്ച വഴി അടച്ചുകെട്ടാൻ അയൽവാസികൾ നടത്തിയ ശ്രമം ചോദ്യം ചെയ്തതിനായിരുന്നു സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. കോവിഡ് ചട്ടം ലംഘിച്ചതിന് പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മൂസിനെതിരെ കോൺഗ്രസിന്റെ പരാതി. കോവിഡ് സ്ഥിരീകരിച്ച പട്ടാമ്പി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയിട്ടും നിരീക്ഷണത്തിൽ പോയില്ലെന്നാണ് പരാതി. പരാതി നൽകിയത് പാലക്കാട് ജില്ലാ കലക്ടർക്കും ഡിഎംഒയ്ക്കും. സംസ്ഥാനത്ത് കോവിഡ് സമ്പർക്ക കേസുകൾ കൂടുന്നു. ഇന്നലെ സ്ഥിരീകരിച്ച 702 പേരിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 536 പേർക്ക് രോഗബാധ സമ്പർക്കത്തിലൂടെ. 35 പേരുടെ ഉറവിടം വ്യക്തമല്ല. രോഗവ്യാപനം കൂടുന്ന മേഖലകളിൽ നിയന്ത്രണം കർശനമാക്കുന്നതിന് പോലീസിന് കൂടുതൽ അധികാരം. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി. എല്ലാ ജില്ലകളിലെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആന്റിബോഡി ടെസ്റ്റ് നടത്താനും തീരുമാനം. പെരുമ്പാവൂരിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് കാളച്ചന്തയിൽ വൻ തിരക്ക്. രാവിലെ മുതൽ 100 കണക്കിന് കച്ചവടക്കാരാണ് ചന്തയിലെത്തിയത്. നടത്തിപ്പുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് തിരുവള്ളൂരിൽ 17 പേർക്ക് കൂടി ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ തിരുവള്ളൂർ പഞ്ചായത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 33 അതിനിടെ ചെക്യാടും ഇന്നലെ 7 പേർക്ക് പോസിറ്റീവായി. കോവിഡ് സ്ഥിരീകരിച്ച തിരുവനന്തപുരത്തെ ഇന്റലിജൻസ് ആസ്ഥാനത്തെ ഡ്രൈവറുടെ ഭാര്യയ്ക്കും കോവിഡ്. ഇവർ പാളയത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ താമസിക്കുന്ന 25ഓളം കുടുംബങ്ങളോട് അവിടെ തന്നെ ക്വാറന്റൈനിലിരിക്കാൻ നിർദ്ദേശം. പെരുമ്പാവൂരിലെ തടി വ്യവസായി സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ തടി മാർക്കറ്റുകളും താൽക്കാലികമായി അടച്ചു. മുടിക്കൽ സ്വദേശിയായ ഇടനിലക്കാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. തിരുവനന്തപുരം കുളത്തൂരിൽ നടു റോട്ടിൽ വെച്ച് യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽസി ജയചന്ദ്രന്റെ ഭർത്താവ് ജയചന്ദ്രനാണ് യുവാവിനെ മർദ്ദിച്ചത്. ബെൽസി നടത്തിയിരുന്ന നിക്ഷേപ പദ്ധതിയിൽ അംഗമായ യുവാവ് പണം ചോദിച്ചപ്പോഴാണ് മർദ്ദനമെന്നാണ് പരാതി. എന്നാൽ രാഷ്ട്രീയ പ്രേരിതമായ പ്രചരണമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 21 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പാറശാല പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരന് കൂടി കോവിഡ് പോസിറ്റീവായി. വലിയ ക്ലസ്റ്ററുകളിൽ ഉൾപ്പെടെ ജില്ലയിൽ രോഗവ്യാപനത്തിന് കുറവില്ല. കോഴിക്കോട് മേപ്പയൂരിൽ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2 റേഷൻ വ്യാപാരികൾക്കും ഓട്ടോ ഡ്രൈവർക്കും മൊബൈൽ ഷോപ്പ് ജീവനക്കാരനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർക്ക് രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന് വ്യക്തമല്ല. മലപ്പുറം കൊണ്ടോട്ടി ലാർജ് ക്ലസ്റ്ററായി മാറുന്നു. കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് ഇന്നലെ 39ഓളം കേസുകളാണ് സ്ഥിരീകരിച്ചത്. സമീപ പഞ്ചായത്തുകളായ കുഴിമണ്ണ, പുളിക്കൽ, ചെറുകാവ്, പള്ളിക്കൽ, വാഴയൂർ എന്നിവിടങ്ങളിലും രോഗവ്യാപനം കൂടുതലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെ 3 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ 37 ജീവനക്കാരെ നിരീക്ഷണത്തിലാക്കി. നെഫ്രോളജി, കാർഡിയോളജി വാർഡുകൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ആലുവ സബ് ജയിലിലെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഓഫീസർക്കും തടവുകാരനും കോവിഡ് സ്ഥിരീകരിച്ചു. ആലുവ സബ് ജയിലിൽ ഇപ്പോൾ 21 തടവുകാരും 16 ജീവനക്കാരുമുണ്ട്. എല്ലാവരുമായും സമ്പർക്കമായ ജയിലുള്ളവരെല്ലാം നിരീക്ഷണത്തിലാക്കി.
കോട്ടയം ഏറ്റുമാനൂർ മേഖല പുതിയ കോവിഡ് ക്ലസ്റ്റർ. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയും 4 പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പുതിയ കോവിഡ് ക്ലസ്റ്റർ. പച്ചക്കറി മാർക്കറ്റിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ കൂടുതൽ രോഗികളെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. എറണാകുളം ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 142 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തയ്യാറായി. 600 മുതൽ 800 കിടക്കകൾ വിവിധ കേന്ദ്രങ്ങളിലായി ഉടൻ സജ്ജമാക്കും. തിരുവനന്തപുരത്തെ ട്രിപ്പിൾ ലോക്ഡൌൺ സംബന്ധിച്ച ആശങ്കകൾ സർക്കാരിനെ അറിയിച്ചുവെന്ന് ശശി തരൂർ MP. ചീഫ് സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചു. 3 ആഴ്ചയായി തുടരുന്ന ലോക്ഡൌൺ കൊണ്ട് കോവിഡ് വ്യാപനം തടയാനായിട്ടില്ല എന്നും ശശി തരൂർ. സംസ്ഥാനത്ത് കോവിഡ്-19 വ്യാപനത്തോടൊപ്പം പകർച്ചവ്യാധികളും കൂടുന്നു. 16 ദിവസത്തിനിടെ 10 പേരാണ് വിവിധ പനികൾ മൂലം മരിച്ചത്. ഡെങ്കിപ്പനിയാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തരവധക്കേസിൽ അടുത്തയാഴ്ച കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം. 2 ഘട്ടങ്ങളിലായാണ് കുറ്റപത്രം സമർപ്പിക്കുക. സൂരജിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കുറ്റപത്രമാണ് ആദ്യം സമർപ്പിക്കുക. അതിവേഗ വിചാരണയ്ക്കായി ഹൈക്കോടതിയെ സമീപിക്കും. ചരിത്രത്തിൽ ആദ്യമായി സ്വർണം പവന് 39,000 കടന്നു. 39,200 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 75 രൂപ കൂടി. പവന് ഒറ്റയടിക്ക് 600 രൂപയാണ് വർദ്ധിച്ചത്. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. സംഭവത്തിൽ 4 പേർക്ക് ഗുരുതരമായി പരിക്ക്. ഉത്തർപ്രദേശിൽ തട്ടിക്കൊണ്ടുപോവലുകൾ വർദ്ധിക്കുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. സംസ്ഥാനത്ത് ജനങ്ങൾ അസ്വസ്ഥരാണ്. ക്രമസമാധാന പാലനത്തിൽ മുഖ്യമന്ത്രി ഉടൻ നടപടി സ്വീകരിക്കണം. ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് പ്രിയങ്ക കത്തയച്ചു. ICMR-ന്റെ 3 കേന്ദ്രങ്ങൾക്കായി ഹൈ ത്രൂപുട്ട് ലാബുകൾ നൽകിയ കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് മുഖേന ലാബുകൾ ലോഞ്ച് ചെയ്തു. നോയിഡ, കൊൽക്കത്ത, മുംബൈ എന്നീ കേന്ദ്രങ്ങൾക്കാണ് ലാബുകൾ നൽകിയത്. ഓസ്ട്രേലിയൻ അംബാസിഡർ ജയ്ദീപ് മസുംദാറിനെ മോണ്ടിനെർഗോ അംബാസിഡർ സ്ഥാനത്തേക്ക് മാറ്റി. വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് നടപടി. മാലി അംബാസിഡറായ അഞ്ജനി കുമാറിനെ മൌറിത്തത്തിനായിലേക്കും മാറ്റി നിയമിച്ചു. ഇന്ത്യ വാങ്ങിയ റഫാൽ വിമാനങ്ങൾ UAE-യിലെത്തി. 5 വിമാനങ്ങൾ ഇന്നലെയാണ് ഫ്രാൻസിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചത്. പൈലറ്റുമാരുടെ സമ്മർദ്ദം കുറയ്ക്കാനാണ് UAE-യിൽ ഇറക്കിയത്. വിമാനം നാളെ ഹരിയാന അംബാല സൈനിക വിമാനത്താവളത്തിലെത്തും. ജമ്മുകാശ്മീരിൽ വീണ്ടും പാക് പ്രകോപനം. പല സമയങ്ങളിലായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ ഒരു പാക് സൈനികൻ കൊല്ലപ്പെട്ടു. 8 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യ ലോകത്തിന്റെ ഫാർമസിയാണെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ. വിവിധ രാജ്യങ്ങളിലേക്ക് കോവിഡ് പ്രതിരോധ മരുന്നുകൾ ഇന്ത്യ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ലോകത്തിന്റെ ഫാർമസിയാണെന്ന് തെളിയിക്കാൻ രാജ്യത്തിനായെന്നും സദാനന്ദ ഗൌഡ. ഓഗസ്റ്റ് 1 നടക്കുന്ന സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഹാക്കത്തോണിൽ വിജയികളാകുന്ന ടീമിന് 1 ലക്ഷം രൂപയാണ് സമ്മാനം. 2ാം സ്ഥാനത്തിന് 75,000-ഉം 3ാം സ്ഥാനത്തിന് 50,000-ഉം നൽകുമെന്ന് കേന്ദ്രമന്ത്രി രമേശ് പൊഖ്രിയാൽ പറഞ്ഞു. പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്ത ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് മികച്ച പ്രതികരണമെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 6,940 എൻട്രികൾ ലഭിച്ചുവെന്ന് മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള GST കുടിശ്ശിക നൽകിയെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. 2019-20 സാമ്പത്തിക വർഷത്തെ കുടിശ്ശികയാണ് നൽകിയത്. 13,806 കോടി രൂപയാണ് വിവിധ സംസ്ഥാനങ്ങൾക്കായി നൽകിയത് എന്നും ധനകാര്യ മന്ത്രാലയം. ബംഗ്ലാദേശ് റെയിൽവേക്ക് ഡീസൽ എഞ്ചിനുകൾ നൽകി ഇന്ത്യൻ റെയിൽവേ. 10 എഞ്ചിനുകളാണ് നൽകിയത്. വീഡിയോ കോൺഫറൻസ് മുഖേന റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലും വിദേശകാര്യ മന്ത്രി S. ജയശങ്കറും ചേർന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഡൽഹിയിൽ തെരുവ് കച്ചവടത്തിന് അനുമതി. രാവിലെ 10 മണി മുതൽ രാത്രി 8 വരെയാണ് അനുമതി. ഒരാഴ്ചത്തേക്കാണ് ഇളവുകൾ നൽകിയത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഇളവില്ല. ബീഹാറിൽ വെള്ളപ്പൊക്കം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു. 11 ജില്ലകൾ വെള്ളത്തിനടിയിലാണ്. 24.42 ലക്ഷം പേരെ പ്രളയം ബാധിച്ചു. അസമിലെ പ്രളയത്തിൽ ഒരാൾ കൂടി മരിച്ചു. ആകെ മരണം 100-ന് അടുത്തെത്തി. 33 ജില്ലകളിലായി 22.34 ലക്ഷം പേരെ പ്രളയം ബാധിച്ചു. പടിഞ്ഞാറൻ ത്രിപുരയിൽ കോവിഡ് കെയർ സെന്ററിൽ രോഗികൾ ഡോക്ടറെ ആക്രമിച്ചു. ഡോക്ടർക്ക് നേരെ തുപ്പുകയും മർദ്ദിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ കൂടുതൽ രോഗികളെ പ്രവേശിപ്പിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. 28 വയസ്സുകാരന്റെ അടിവയറ്റിൽ നിന്ന് 20 സെന്റിമീറ്റർ നീളമുള്ള കത്തി പുറത്തെടുത്ത് ഡൽഹി എയിംസിലെ ഡോക്ടർമാർ. ഹരിയാന സ്വദേശിയുടെ വയറ്റിൽ നിന്നാണ് കത്തി പുറത്തെടുത്തത്. കഞ്ചാവിന് അടിമപ്പെട്ട ഇയാൾക്ക് തുടർച്ചയായി കഞ്ചാവ് കിട്ടാതായതോടെയാണ് കത്തി വിഴുങ്ങിയത്.
1.5 മാസമാണ് വയറ്റിൽ കത്തിയുമായി ഇയാൾ ജീവിച്ചത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ തിരിച്ചെത്തുന്ന അതിഥി തൊഴിലാളികളുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ലേബർ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ലേബർ ഓഫീസർ. തൊഴിലുടമയ്ക്കാണ് ഇക്കാര്യം ഇമെയിൽ മുഖേന അറിയിക്കേണ്ടത്. കോഴിക്കോട് കക്കോടി ഗ്രാമപഞ്ചായത്തിൽ സജ്ജീകരിച്ച കോവിഡ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രം ഗതാഗത മന്ത്രി A.K. ശശീന്ദ്രൻ സന്ദർശിച്ചു. കണ്ണാടിച്ചാൽ MES കോളേജിലാണ് സെന്റർ ഒരുക്കിയത്. എറണാകുളം ജില്ലയിൽ 5 സ്ഥലങ്ങളിൽ കോവിഡ് പരിശോധനയ്ക്കായി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തും. കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന കീഴ്മാട്, ചെങ്ങമനാട്, ചൂർണിക്കര, എടത്തല പഞ്ചായത്തുകളിലും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലുമാണ് സ്ഥിരം സംവിധാനം. തൃശൂർ ജില്ലയിലെ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ 17 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. പുത്തൻചിറ പഞ്ചായത്ത്, വടക്കാഞ്ചേരി നഗരസഭ, കോടശ്ശേരി, കാട്ടക്കാമ്പാൽ, ചേർ പഞ്ചായത്തുകളിലാണ് പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ. ഇടുക്കിയിൽ 10 പഞ്ചായത്തുകളിലെ വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. ചിന്നക്കനാൽ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ, ഉടുമ്പൻചോല, കോടിക്കുളം, ബൈസൺവാലി, പീരുമേട്, സേനാപതി, നെടുങ്കണ്ടം, കരുണാപുരം പഞ്ചായത്തുകളിലെ നിയന്ത്രണമാണ് നീക്കിയത്. എറണാകുളം കൂനമ്മാവ് കോൺവെന്റിലെ കന്യാസ്ത്രീക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കോൺവെന്റിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ എല്ലാ ഫലങ്ങളും നെഗറ്റീവ്. കൂനമ്മാവ്, ചൊവ്വര, ഫോർട്ട് കൊച്ചി, ചെല്ലാനം, ചൂണ്ടി പ്രദേശങ്ങളിലാണ് പരിശോധന നടത്തിയത്. ചെല്ലാനം പ്രദേശത്ത് കൂടുതൽ റാപ്പിഡ് ടെസ്റ്റുകൾ നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. വയനാട്ടിൽ തവിഞ്ഞാൽ പഞ്ചായത്ത് പൂർണ്ണമായി നിയന്ത്രണ മേഖലയാക്കി മാറ്റി. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി കലക്ടർ പ്രഖ്യാപിച്ചു. അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 13 വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണുകളായി കലക്ടർ ഉത്തരവിട്ടു. കണ്ണൂർ ഇരിട്ടിയിൽ നിരീക്ഷണത്തിലിരിക്കെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ച യുവാവിന് കോവിഡ്. ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത 20-ലധികം പേർ നിരീക്ഷണത്തിലാണ്. ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ പുതുക്കാട് കാന നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ പ്രതിസന്ധിയിലായി നാട്ടുകാർ. മലിനജലം കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ആശങ്ക. ബസാർ റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് കാന നിർമ്മിക്കുന്നത്. ആറളം വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള പ്രദേശം പരിസ്ഥിതി ലോല മേഖലയാക്കുന്നതിനുള്ള കരട് വിജ്ഞാപനത്തിൽ ആറളം കേളകം പഞ്ചായത്ത് നിവാസികൾക്ക് ആശങ്ക. 500-ലധികം വീടുകളെയും 1000-ലധികം പേരുടെ കൃഷിയിടങ്ങളും വിജ്ഞാപനം പരോക്ഷമായി ബാധിക്കുമെന്നാണ് ആശങ്ക. ഉച്ചഭക്ഷണമില്ലാതെ വലയുന്നവർക്ക് അന്നമൂട്ടാൻ എറണാകുളം കുറുപ്പംപടിയിൽ പുതിയ പദ്ധതി. സമൃദ്ധി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷണം എത്തിക്കും. കൂപ്പൺ വഴിയാകും ഭക്ഷണ വിതരണം. ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് 6,56,621 പേർ മരിച്ചു. 1,66,50,142 പേർക്ക് ഇതുവരെ രോഗം ബാധിച്ചു. 1,02,34,703 പേർക്ക് രോഗം ഭേദമായി. അമേരിക്കയിൽ കോവിഡ് മരണനിരക്കിൽ നേരിയ കുറവ്. 596 പേരാണ് ഇന്നലെ മാത്രം മരിച്ചത്. 1000-ന് മേലെ മരണങ്ങളാണ് നേരത്തെ ദിനം പ്രതി റിപ്പോർട്ട് ചെയ്തിരുന്നത്. 61,571 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചു. ബ്രസീലിൽ ഇന്നലെ 627 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. 23,579 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. 87,679 പേരാണ് ഇതുവരെ മരിച്ചത്. 24 ലക്ഷത്തിലേറെ പേരാണ് രോഗബാധിതർ. മെക്സിക്കോയിലും കോവിഡ് മരണം കൂടുന്നു. 306 പേരാണ് ഇന്നലെ മരിച്ചത്. 5,480 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. 43,680 പേരാണ് മെക്സിക്കോയിൽ ഇതുവരെ മരിച്ചത്. സൌത്ത് ആഫ്രിക്കയിൽ 298 പേർ ഇന്നലെ മാത്രം കോവിഡ് ബാധിച്ചു മരിച്ചു. 7,096 പുതിയ കേസുകളുടെ എണ്ണം. 4 ലക്ഷത്തിലേറെയാണ് രോഗബാധിതർ. ഇന്നലെ പെറുവിൽ കോവിഡ് ബാധിച്ച് 189 പേർ മരിച്ചു. 4,920 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചു. 18,418 പേരാണ് ഇതുവരെ പെറുവിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. 3,89,717 പേരാണ് ഇതുവരെ രോഗബാധിതരായത്. ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 846 പേർക്ക്. ഇതിൽ 75 പേർ പ്രവാസികളാണ്. 9 മരണം ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ മരണസംഖ്യ 402 ആയി. 1,559 പേർ കൂടി കോവിഡ് മുക്തരായി. മൊഡേണ മരുന്ന് കമ്പനിയുടെ കോവിഡ് വാക്സിൻ അവസാനവട്ട പരീക്ഷണത്തിലേക്ക്. 30,000 പേരിലാണ് അവസാനഘട്ടത്തിൽ മരുന്ന് പരീക്ഷിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് വാക്സിൻ പഠനമാണ് മൊഡേണയുടെ പരീക്ഷണത്തെ കണക്കാക്കുന്നത്.
അന്തർദേശീയ യാത്രാ വിലക്കുകൊണ്ട് മാത്രം കോവിഡിനെ പിടിച്ചു നിർത്താനാകില്ലെന്ന് ലോകാരോഗ്യ സംഘടന. രാജ്യങ്ങൾ മറ്റു നിയന്ത്രണങ്ങൾ കടുപ്പിക്കണം. മാസ്ക് ധരിക്കലും ആൾക്കൂട്ടം നിയന്ത്രിക്കലും മാത്രമാണ് പരിഹാരമെന്നും WHO. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഒബ്രിയാന് കോവിഡ് സ്ഥിരീകരിച്ചുവെന്ന് വൈറ്റ് ഹൌസ്. 54-കാരനായ ഒബ്രിയാൻ സ്വയം നിരീക്ഷണത്തിലായിരുന്നു. ഒബ്രിയാൻ വർക്ക് അറ്റ് ഹോം ആയിരുന്നതിനാൽ ട്രംപിനോ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിനോ വൈറസ് പകരാൻ സാധ്യതയില്ലെന്നും വൈറ്റ് ഹൌസ്. പുതിയ കൊറോണ വൈറസ് റിലീഫ് പദ്ധതിയുമായി അമേരിക്ക. ആരോഗ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസ രംഗങ്ങൾക്ക് ഊന്നൽ നൽകുന്നതായിരിക്കും പുതിയ പാക്കേജ്. എല്ലാ അമേരിക്കക്കാർക്കും $1200 നൽകുന്ന പദ്ധതിയായിരിക്കും ഇതെന്ന് സെനറ്റർ മിച്ച് മക്കോണൽ പറഞ്ഞു. സ്പെയിനിൽ നിന്ന് വരുന്ന എല്ലാവർക്കും 2 ആഴ്ചത്തേക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തി UK സർക്കാർ തീരുമാനത്തിനെതിരെ സ്പെയിനിലുള്ളവർ UKയിലെത്തിയേക്കാൾ കൊറോണ വൈറസിൽ നിന്ന് സുരക്ഷിതരാണെന്ന് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പറഞ്ഞു. ബ്രിട്ടൻ തീരുമാനത്തിൽ പുനർവിചിന്തനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പെഡ്രോ സാഞ്ചസ്. കോവിഡ് വ്യാപനം കൂടിയതോടെ ലബനാനിൽ വീണ്ടും ലോക്ഡൌൺ ഏർപ്പെടുത്തി. 2 ആഴ്ചത്തേക്കാണ് ലോക്ഡൌൺ. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ മാത്രം സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും പ്രവർത്തിക്കാം. കോവിഡ് പശ്ചാത്തലത്തിൽ ഗൂഗിൾ ജീവനക്കാർ മുഴുവൻ വർക്ക് അറ്റ് ഹോമിലേക്ക് മാറാൻ നീക്കം. അടുത്ത വർഷം ജൂലൈ വരെ വീടുകളിൽ ഇരുന്നായിരിക്കും പ്രവർത്തനം. എന്നാൽ ഇക്കാര്യം ഗൂഗിൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. മലേഷ്യൻ മുൻ പ്രധാനമന്ത്രി നജീബ് റസാഖിനെതിരെ അഴിമതി കേസിൽ കുറ്റം ചുമത്തി. അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ, അധികാര ദുരുപയോഗം തുടങ്ങിയ കേസുകളാണ് നജീബിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ലബനാൻ ഇസ്രയേൽ ഏറ്റുമുട്ടലിൽ ഇസ്രായേലിനെ വിമർശിച്ച് ഹിസ്ബുള്ള. അതിർത്തിയിൽ ഇസ്രയേൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇസ്രയേൽ വിജയം വ്യാജമായി ഉണ്ടാക്കുകയാണെന്നും ഹിസ്ബുള്ള. 24 മണിക്കൂറിൽ ഗൾഫിൽ 43 കോവിഡ് മരണം. ഇതോടെ മൊത്തം മരണം 4242 ഉയർന്നു. പുതിയ കേസുകളുടെ എണ്ണം 4500 കുറഞ്ഞു. ഇതോടെ ഗൾഫിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 6,18,000 ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ തുടക്കമാകും. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിനായി ഇന്ന് ഹാജിമാർ ക്വാറന്റൈൻ പൂർത്തിയാക്കും. മിന, മുസ്തലിഫ, അറഫ എന്നീ ഭാഗങ്ങളെയെല്ലാം പൂർണ്ണമായും അണുവിമുക്തമാക്കി. മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദ്ര സെവാഗിനെ പ്രശംസിച്ച് മുൻ ഓപ്പണിംഗ് പങ്കാളിയും MPയുമായ ഗൌതം ഗംഭീർ. ടെസ്റ്റിൽ വീടിനോളം ഇമ്പാക്ട് ഉണ്ടാക്കിയ മറ്റൊരു ക്രിക്കറ്റർ ഇല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ആദ്യ ഫ്രാഞ്ചൈസി T20 ടൂർണമെന്റായ കരീബിയൻ പ്രീമിയർ ലീഗിന്റെ ഫിക്സ്ചർ പുറത്തുവന്നു. 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ഓഗസ്റ്റ് 18 ആരംഭിച്ച് സെപ്റ്റംബർ 10 അവസാനിക്കും. അടച്ചിട്ട സ്റ്റേഡിയങ്ങളിലായിരിക്കും മത്സരങ്ങൾ. ISL ഫുട്ബോൾ 7ാം സീസൺ നടത്തിപ്പിന് ബയോ സെക്യൂർ ബബിൾ ചട്ടങ്ങളുമായി സംഘാടകർ. വേദിയാകാൻ സാധ്യത ഗോവയ്ക്കെങ്കിലും സാങ്കേതികമായി കേരളത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഓഗസ്റ്റ് 7 അന്തിമ പ്രഖ്യാപനമുണ്ടാകും. അയർലൻഡിനെതിരായ പരമ്പരയ്ക്കുള്ള ഇംഗ്ലണ്ടിന്റെ 14 അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് ടീമിൽ അംഗമായിരുന്ന ഏതാനും താരങ്ങൾക്ക് വിശ്രമം നൽകിയിട്ടുണ്ട്. ജോസ് ബട്ട്ലറിന് വിശ്രമം നൽകിയിരിക്കുന്നതിനാൽ ഉപനായകനായി മോയിൻ അലി ചുമതലയേൽക്കും. ബംഗ്ലാദേശ് യുവ പേസ് ബൌളർ കാസി അനീക് ഇസ്ലാം 2 വർഷം വിലക്ക്. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. 2018 നടന്ന ദേശീയ ക്രിക്കറ്റ് ലീഗിലെ മത്സരത്തിനിടെ നടത്തിയ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. 2023 ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ലോകകപ്പിന് യോഗ്യത നേടാൻ സൂപ്പർ ലീഗ് എന്ന പുതിയ ചാമ്പ്യൻഷിപ്പ് പ്രഖ്യാപിച്ച് ICC. ലോകകപ്പിൽ പങ്കെടുക്കേണ്ട 10 ടീമുകളിൽ 8 ടീമുകളെയാകും ലോകകപ്പ് സൂപ്പർ ലീഗിലൂടെ കണ്ടെത്തുക. ആതിഥേയരായ ഇന്ത്യയും ലീഗിൽ മത്സരിക്കണം. നിലവിലെ ലോകകപ്പ് ജേതാക്കളായ ഇംഗ്ലണ്ടും അയർലൻഡും തമ്മിൽ വ്യാഴാഴ്ച നടക്കുന്ന ഏകദിന പരമ്പരയോടെ ലീഗിന് തുടക്കമാകും. ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ബുദ്ധിയുള്ള യുവ പരിശീലകരുണ്ടെന്ന് ദേശീയ ടീമിന്റെ പരിശീലകൻ ഗ്രഫാം റെയ്ഡ്. പരിശീലകർക്കു വേണ്ടി ഹോക്കി ഇന്ത്യ നടത്തിയ വർക്ക്ഷോപ്പിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 2032 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് ഖത്തർ. സന്നദ്ധത അറിയിച്ച് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ അപേക്ഷ നൽകി. വിവിധ ഘട്ടങ്ങൾ പരിശോധിച്ചാകും IOC തീരുമാനം പ്രഖ്യാപിക്കുക. ഫോളോവേഴ്സിനോട് മാപ്പ് പറഞ്ഞ് സിനിമാ താരം അഹാന കൃഷ്ണ. ഒരാളെയും വേദനിപ്പിക്കുക എന്നത്
തെറ്റുകാരായി ചിത്രീകരിക്കുക എന്നതോ ഒന്നുമായിരുന്നില്ല ഉദ്ദേശം. മറുപടി കൊടുക്കുക മാത്രമായിരുന്നുവെന്നും ആരെയെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും അഹാന. സ്വതന്ത്ര സിനിമാ പ്രവർത്തകരുടെയും ആസ്വാദകരുടെയും ജനകീയ കൂട്ടായ്മയായ മൂവ്മെന്റ് ഫോർ ഇൻഡിപെൻഡന്റ് സിനിമയുടെ നേതൃത്വത്തിൽ ഇൻഡി സ്ക്രീൻ എന്ന പേരിൽ പുതിയ OTT പ്ലാറ്റ്ഫോം വരുന്നു. മലയാളത്തിൽ നിന്നും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സിനിമകളും കൂടാതെ ലോകം മുഴുവനുമുള്ള സ്വതന്ത്ര സിനിമകൾക്കുമാണ് ഇൻഡി സ്ക്രീൻ എന്ന ആശയം. ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ചലഞ്ചുമായി മലയാളി താരങ്ങൾ. വിമൻ സപ്പോർട്ടിംഗ് വിമൻ എന്ന ഹാഷ്ടാഗുമായി ആഗോളതലത്തിൽ പ്രചരിച്ച ചലഞ്ചാണ് ഇപ്പോൾ മലയാളി വനിതകൾ ഏറ്റെടുത്തിരിക്കുന്നത്. റിമ കല്ലിങ്കൽ, പാർവതി, അനുശ്രീ, രജിഷ വിജയൻ, മമത മോഹൻദാസ് തുടങ്ങി നിരവധി താരങ്ങളാണ് ഇതിനകം ചലഞ്ചിന്റെ ഭാഗമായത്. ഫ്രൈഡേ ഫിലിംസിന്റെ 15ാമത് ചിത്രം പ്രഖ്യാപിച്ച് വിജയ് ബാബു. വാലാട്ടി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടു. 4 നായ്ക്കളാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.